അത് ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചിട്ടുള്ളതും ഞാൻ അറിയുന്ന ആൾക്കാരെ അനുഭവിച്ചതും അവർ കണ്ടതുമായിട്ടുള്ള കാഴ്ചകളാണ് ഇതുള്ളത്. ഓക്കെ, എല്ലാ ഈ ഓമശ്ശേരിനും ചുറ്റുപാടുള്ള മനുഷ്യന്മാരും അവരുടെ പലരുടെയും സോള് ഞാൻ ഇങ്ങനെ പല ബോഡികളിലായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്തതാണ്. കഥാപാത്രങ്ങളുടെ ബോഡിയിലേക്ക് ആ സോളിനെ അങ്ങ് ഇട്ടുകൊടുത്തതാണ്. അവരൊക്കെ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക, ജീവിച്ച് മരിച്ചവരായിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ അതുപോലെ തന്നെ കൂടത്തായി എന്ന് പറയുമ്പോൾ, കാരന്തൂര് പറയുമ്പോൾ, മുക്കം, താമരശ്ശേരി, ഈ പ്രദേശങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പൊ ഞാൻ കണ്ടൊരു സ്ഥലത്തെ കുറിച്ച് എഴുതുമ്പോൾ എനിക്ക് കുറച്ചും കൂടിയും ഒറിജിനാലിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കഥാപശ്ചാത്തലം എല്ലാ ബുക്കുകളിലും ഞാൻ എന്റെ നാട് തന്നെയാണ് പോർട്രേ ചെയ്യാറ്. കാരണം ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്തെ കുറിച്ചോ കൊല്ലത്തെ കുറിച്ചോ ഒക്കെ എഴുതുമ്പോൾ എനിക്ക് അതിനെ കുറിച്ച് അത്ര ഐഡിയ അല്ലല്ലോ. ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ ഓൺ നമ്മുടെ ചുറ്റുപാട് തന്നെയാണല്ലോ. ഇതില് ഏകദേശം 80% ഈ ഒരു കണ്ട കാഴ്ചകൾ തന്നെയാണ്. അതെ, അതിപ്പോ ആൾക്കാർ ഇത് വിചാരിക്കുന്നത് കാശിയെ കുറിച്ചുള്ള ഒരു ഗൈഡായിട്ടാണ് വിചാരിക്കുന്നത്. പക്ഷെ ഞാൻ എല്ലാവരും അതെ, അത് ഞാനൊരു എന്താ പറയുക മേമ്പടി പോലെ കാശിന്ന് ഇട്ടിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും കാശിയാണ് ഇതിൽ എല്ലാവർക്കും ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. അതിന്റെ ഒരു എന്താ ആൾക്കാരെ ഇത്രയും ഇഷ്ടപ്പെടാനും കാശി തന്നെയാണ് കാരണം തോന്നുന്നു. യാത്രാവിവരനാണ് വിചാരിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇത് കാശി പോകുന്നുണ്ട്, അതിന് മുമ്പ് ഈ പുസ്തകം വായിച്ചാൽ ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ അവരോട് പറയാറുണ്ട്, ഇത് കാശി ഗൈഡ് ഒന്നുമല്ല, കാശി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ചാപ്റ്റേഴ്സിനെ അടുക്കി വെച്ചതെന്ന് വെച്ചാല് ഫസ്റ്റ് ചാപ്റ്റർ ഗംഗയിൽ നിന്ന് ആൻഡ് ലാസ്റ്റ് ഗംഗയിലേക്ക്, അത് മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് എന്ന് പറയും പോലെ ഗംഗയിൽ നിന്ന് ഗംഗയിലേക്ക് പോകുന്ന ഒരു കഥയാണിത്. ഇതിൽ തന്നെ ഈ കുഞ്ഞമ്മൂനെ കൊല്ലാനുള്ള പകയായിട്ടാണ് ഈ ആമിനെയും അവരുടെ ജീവിക്കുന്നത്. പക്ഷെ ഒരു സുപ്രഭാതത്തില് ബർമേന്ന് വലിയ കാശുമായിട്ട് വരുന്ന സമയത്ത് ഇവർക്ക് ആ പക മറന്നിട്ട് കാശിനോടുള്ള ഒരു അഭിനിവേശം കേറും. ഈ മനുഷ്യന്റെ ബലഹീനതകളൊക്കെ ഭയങ്കര അടിസ്ഥാനപരമായിട്ടുള്ള ബലഹീനതകളൊക്കെ നിങ്ങൾ അതിനകത്ത് ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞു. എല്ലായിടത്തും എല്ലാ കാലത്തും ഉള്ളൊരു സാധനമാണ്. ഇത്രയും പകയായിട്ട് നടന്നൊരു മനുഷ്യൻ, ഒരു കുടുംബം കാശി കണ്ടപ്പോൾ ഓഫ് കോഴ്സ് അത് അതിപ്പോ ഫിക്ഷനിൽ മാത്രമല്ല, സിനിമയിൽ മാത്രമല്ല, റിയാലിറ്റിയിൽ നോക്കും. നിങ്ങൾ അത്രയും വലിയ ശത്രു ആയിരിക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ഇത്രയും പൈസ കൊണ്ട് വരികയാണെങ്കിൽ കണ്ണ് നമ്മള് മഞ്ഞളിക്കുന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെയാണ് അതിന്റെ കഥാപാത്രങ്ങൾക്ക് സംഭവിച്ചതാണ്. അത് അയൽപക്കക്കാരോടടുക്കും അവര് പ്രശ്നം കാണിക്കുന്നു. ഈ മുനീറിന് എന്തുകൊണ്ടാണ് അതിനകത്ത് നിന്ന് ഒഴിവാക്കിയത്? എന്റെ കഥ മുമ്പോട്ട് പോകണമെങ്കിൽ എന്റെ കഥാപാത്രം കുറച്ചും കൂടി സ്റ്റേൺ ആവണല്ലോ. പിന്നെ മാത്രല്ല അയാൾക്ക് എന്റെ പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിലും ഞാൻ ഈ മെറ്റീരിയൽ തിങ്സിനോട് എനിക്ക് അത്ര വലിയ അട്രാക്ഷൻ തോന്നിയിട്ടില്ല. ഒരു കുറച്ച് കൂടുതൽ പൈസ നമ്മളെ കയ്യിൽ വരുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ടെൻഷനാണ്. ഇത് ഞാൻ റെസ്പോൺസിബിൾ ആണല്ലോ ഇത് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇതിന്റെ കയ്യിൽ എന്തിനായിരിക്കും വന്നത് എന്നൊക്കെ ഞാൻ ആലോചിക്കുക. അതേ ഇത് തന്നെയാണ് എന്റെ കഥാപാത്രത്തിന് കൊടുത്തത്. കാശ് ഒരുപാട് വരുന്നതിനനുസരിച്ച് നമ്മൾ ഈ മാത്സ് ഒക്കെ പറയും പോലെ നമ്മുടെ ആ ഒരു പ്രൊപ്പോർഷനേറ്റ്ലി ഹാപ്പിനെസ്സും സമാധാനവും കുറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എന്റെ കഥാപാത്രം കാശ് കൊണ്ടുള്ള പ്രശ്നം അയാൾക്ക് വേണ്ട, അല്ലാതെ തന്നെ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിലൊക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്നായിരുന്നു. അകത്തേക്ക് കയറി വന്നിട്ട് ഉമ്മറത്തൊരു നായി കയറി പെട്ടെന്ന് ഉമ്മ തിരിഞ്ഞിട്ട് ഇവനെ അന്വേഷിക്കാൻ നോക്കുന്നതും ഇവന്റെ ഒരു അന്നപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ അത് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ആ പുസ്തകത്തിനകത്ത് വായിച്ച സമയത്ത്.